നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. സുവർണ ക്ഷേത്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ വ്യോമ പ്രതിരോധ കവചം തീർത്തത് ആകാശ്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ പോകുന്ന കേന്ദ്ര സംഘത്തിൽ പ്രതിനിധിയെ വിടില്ലെന്ന് മമത. പാർലമെന്റ് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ യോഗം വൈകിട്ട് 4-ന്. പാകിസ്ഥാന് ഒരു പ്രഹരം കൂടി. ക്രിക്കറ്റ് യുദ്ധം പ്രഖ്യാപിച്ച് ഭാരതം. ടീം ഇന്ത്യ ഏഷ്യാ കപ്പിനില്ലെന്ന് BCCI. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നടന്നത് പച്ചയായ മനുഷ്യാവകാശ ലംഘനവും ക്രൂരപീഡനവും. മോഷണക്കുറ്റം ആരോപിച്ച് ദളിത് സ്ത്രീയെ സ്റ്റേഷനിൽ നിർത്തിയത് 20 മണിക്കൂറോളം. വിവാദമായതിനു പിന്നാലെ അന്വേഷണം. മുഖം രക്ഷിക്കാൻ SIക്ക് സസ്പെൻഷൻ. കോഴിക്കോട് തീപിടുത്തത്തിൽ ദുരൂഹത. വ്യാപാരികൾ തമ്മിലുള്ള തർക്കത്തിൽ സംശയം. അനധികൃത നിർമ്മാണം നഗരസഭയുടെ അറിവോടെ എന്ന വ്യാപാരികൾ. അറിഞ്ഞിട്ടേയില്ലെന്ന് മേയർ. കാരണം കണ്ടെത്താൻ പരിശോധന. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി ചീഫ് സെക്രട്ടറി. കാളികാവിലെ നരഭോജിക്കടുവ കേരള എസ്റ്റേറ്റിന് സമീപം. റോഡിൽ കാൽപ്പാടുകൾ കണ്ടെത്തി. പരിശോധന നടത്തി വനം വകുപ്പ്. ഡ്രോൺ നിരീക്ഷണം ശക്തം. തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുതെന്ന് വനം വകുപ്പിനോട് മാർ ജോസഫ് പാംപ്ലാനി. റാപ്പർ വേടൻ ജിഹാദികളുടെ ഉപകരണമെന്ന് കേസരി മുഖ്യപത്രാധിപർ NR മധു. വേടൻ ആധുനിക സംഗീതത്തിന്റെ പടത്തലവനെന്ന് MV ഗോവിന്ദൻ. പാലക്കാട്ടും വേടന്റെ പരിപാടി സംഘാടനത്തിൽ വൻ വീഴ്ച. തിരക്കിൽപ്പെട്ട് 15 പേർക്ക് പരിക്ക്. ലാത്തി വീശി പോലീസ്. വിമർശനവുമായി BJP. ദേശീയപാതയിലും കൊടിനാട്ടി മന്ത്രി റിയാസ്. വട്ടപ്പാറ വൈറക്റ്റിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം PWDയുടെ ഹാഷ്ടാഗ് തിരുകി കയറ്റി. മന്ത്രിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ പരിഹാസ പെരുമഴ. പ്രകോപനവുമായി MK സ്റ്റാലിൻ. ബില്ലുകളിലെ സമയപരിധിയിൽ രാഷ്ട്രപതിയെ എതിർക്കണമെന്ന് ആഹ്വാനം. BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി. പ്രകോപനം സുപ്രീം കോടതിയോട് രാഷ്ട്രപതി വ്യക്തത തേടിയതിനു പിന്നാലെ. വിശദമായ വാർത്തകൾ നോക്കാം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രവും പാകിസ്ഥാൻ ഭീകരർ ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ടതായി ഭാരത സൈന്യം. മെയ് 7-നും 8-നുമാണ് സുവർണക്ഷേത്രം ആക്രമിക്കാൻ പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും അയച്ചത്. ആകാശ് മിസൈൽ ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഭാരതം ആക്രമണം നിഷ്പ്രഭമാക്കിയത്. വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ദൃശ്യങ്ങളും സൈന്യം പുറത്തുവിട്ടു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി സൈന്യം നടത്തിയ പ്രത്യാക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. പാകിസ്ഥാന് നൽകിയ കനത്ത പ്രഹരത്തിന്റെ ദൃശ്യങ്ങൾ വെസ്റ്റേൺ കമാൻഡാണ് Xൽ പങ്കുവച്ചത്. കരയിൽ നിന്ന് ആകാശം സംരക്ഷിച്ചു എന്ന തലക്കെട്ടിലാണ് വീഡിയോ പങ്കിട്ടത്. പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്ന് യോഗം ചേരും.
പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നടപടികളും നിലവിലെ സ്ഥിതിഗതികളും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി യോഗത്തിൽ വിശദീകരിക്കും. അതേസമയം ജമ്മു ഡിവിഷനിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകി. ജമ്മുകശ്മീരിൽ സ്ഥിതിഗതികൾ ശാന്തമാകുന്നു. അതിർത്തി ഗ്രാമങ്ങളിലെ വീടുകളിലേക്ക് ആളുകൾ തിരിച്ചെത്തി തുടങ്ങി. ജമ്മു സെക്ടറിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കും. അതേസമയം ഷോപ്പിയാനിൽ സുരക്ഷാ സേന നടത്തിയ പരിശോധനയിൽ 2 ഭീകരരെ പിടികൂടി. അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം അവസാനിപ്പിക്കാനായതോടെ ജമ്മുകശ്മീരിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഉറി, പൂഞ്ച്, രജൌരി, ബാരാമുള്ള സെക്ടറുകളിൽ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ആളുകളെ വിവിധ ഘട്ടങ്ങളിലായി തിരിച്ചെത്തിക്കാൻ ആരംഭിച്ചു. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെയും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെയും നേതൃത്വത്തിൽ ഉന്നതതല യോഗങ്ങൾക്ക് ശേഷമാണ് നടപടി. നിയന്ത്രണ രേഖയ്ക്ക് ഏറ്റവും അടുത്തുള്ള വീടുകളിൽ സുരക്ഷാ പരിശോധനയും സൈന്യത്തിന്റെ നിർദ്ദേശവും അനുസരിച്ച് മാത്രമായിരിക്കും ആളുകളെ എത്തിക്കുക. മേഖലയിൽ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് പൂർത്തിയായാൽ കൂടുതൽ ധനസഹായം പ്രഖ്യാപിക്കും. ജമ്മു സെക്ടറിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകി. അതേസമയം ഷോപ്പിയാനിൽ സുരക്ഷാ സേന നടത്തിയ പരിശോധനയിൽ 2 ഭീകരരെ പിടികൂടി. 34 രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റും CRPFും പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. 2 പിസ്റ്റളുകൾ, 4 ഗ്രനേഡുകൾ, വെടിയുണ്ടകൾ, സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതിർത്തിയിൽ പ്രതിരോധ നിര ശക്തമാക്കുന്നതോടൊപ്പം ജമ്മു കശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികളും പരിശോധനയും സൈന്യം ശക്തമായി തുടരുകയാണ്. ജനം, ഡൽഹി. 40,000 കോടി രൂപയുടെ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങാൻ കേന്ദ്രത്തിന്റെ അനുമതി. രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ പ്രതിരോധ സംഭരണ കൗൺസിലാണ് അടിയന്തര ആയുധ സംഭരണാധികാരം നൽകിയത്. നിരീക്ഷണ ഡ്രോണുകൾ, സൂയിസൈഡ് ഡ്രോണുകൾ എന്നറിയപ്പെടുന്ന കാമികാസി ഡ്രോണുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈലുകൾ അടക്കമുള്ളവയാകും വാങ്ങുക. 5 വർഷത്തിനിടെ ഇത് 5ാം തവണയാണ് ഇത്തരത്തിൽ അധികാരം നൽകുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തുറന്നടിച്ച് മുതിർന്ന പാക് മാധ്യമപ്രവർത്തകൻ അഫ്താബ് ഇക്ബാൽ. 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട 4 ഭീകരരിൽ 2 പേരും ലഷ്കർ ബന്ധമുള്ള പാക് പൗരന്മാർ മാത്രമല്ല, തൽഹ അലി, ആസിം എന്നിവർ പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്ന് പരിശീലനം നേടിയ കമാൻഡോകളാണെന്നും അഫ്താബ് ഇക്ബാൽ വെളിപ്പെടുത്തി. हाशिम मूसा एंड तला अली, ये तो है ना जी पक्की बात है कि पाकिस्तानी है। ये सरहद पार आते जाते थे। लश्कर तैयबा के साथ इनके बड़े गहरे मरासिम थे। एक के तो हमारी फौज और हमारी इंटेलिजेंस के साथ भी ताल्लुकात थे और मामलात थे, बल्कि वो बाकायदा सिपाही था, कमांडो था। 2-3 कश्मीरी थे उनमें, जो इंडिजिनस स्ट्रगल है. ഏഷ്യ കപ്പിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ച് BCCI. ടൂർണമെന്റിന് ആതിഥ്യം വഹിക്കേണ്ടെന്നും BCCI തീരുമാനിച്ചു. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹസൈൻ നഖ്വിയാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ മേധാവി. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് BCCIയുടെ തീരുമാനം. പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ ഭാരതത്തിൽ നിന്ന് സൈനിക വ്യാപാര രംഗങ്ങളിൽ ശക്തമായ തിരിച്ചടി ഏറ്റുവാങ്ങിയ പാകിസ്ഥാന് അടുത്ത പ്രഹരമാണ് BCCIയുടെ തീരുമാനം. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ രാജ്യവിരുദ്ധ പരാമർശം നടത്തിയ മലയാളിക്കെതിരെ പോലീസിൽ പരാതി. പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നിൽ ഭാരതമാണെന്ന പരാമർശവുമായി നസീബ് വാഴക്കാടാണ് FB പോസ്റ്റിട്ടത്. കോൺഗ്രസ് പോരാളി എന്ന പേരിലാണ് വിവാദ പരാമർശം. ഹിന്ദു ഐക്യവേദി വാഴക്കാട് പോലീസിൽ പരാതി നൽകി. രാജ്യം നടുങ്ങിയ ആക്രമണമായിരുന്നു കശ്മീരിലെ പഹൽഗാമിലുണ്ടായത്. സാധാരണക്കാരായ 26 പേരെയാണ് ഭീകരൻ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഇസ്ലാമിക ഭീകരരുടെ കിരാതമായ ഈ ഭീകരതയ്ക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ പോലും എതിർപ്പറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് മലയാളി കൂടിയായ ഒരാൾ രാജ്യവിരുദ്ധ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നായിരുന്നു പരാമർശം. ഫേസ്ബുക്ക് പോസ്റ്റിട്ടായിരുന്നു ദേശവിരുദ്ധ പരാമർശം നടത്തിയത്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ കൊന്ന് പാകിസ്ഥാനുമേൽ പഴിചാരുന്നുവെന്നും പോസ്റ്റിലുണ്ട്. കോൺഗ്രസ് പോരാളി എന്ന പേരിലാണ് പോസ്റ്റിട്ടത്. സംഭവത്തിൽ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. ഹിന്ദു ഐക്യവേദി മലപ്പുറം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ചീരോളി ചന്ദ്രൻ വാഴേക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ജനം, മലപ്പുറം. വീണ്ടും പ്രകോപനവുമായി ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി. ഇസ്രായേൽ പശ്ചിമേഷ്യയിലെ ക്യാൻസറാണ്, അതിനെ നിശ്ചയമായും ഒഴിവാക്കണം, അങ്ങനെ ഇസ്രായേലിനെ ഇല്ലാതാക്കുക തന്നെ ചെയ്യുമെന്നും ഖമേനി. ഇറാൻ US ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് പ്രകോപനം എന്നതും ശ്രദ്ധേയമാണ്. ഇറാൻ വംശഹത്യയ്ക്കൊരുങ്ങുന്നു എന്ന മുന്നറിയിപ്പ് തന്നെയാണ്
ഖമേനി നൽകുന്നത്. رژیم صهیونی که غده سرطانی خطرناک مهلک این منطقه است حتما باید برکنده شود و خواهد شد. جمهوری اسلامی اصول مشخصی دارد، منظومه ارزشی معینی داره، با همه فراز و نشیب‌هایی که در پیرامون ما اتفاق افتاده بر این اصول تکیه کرده و کشور رو پیش برده. امروز ایران 30 سال قبل و 40 سال قبل و 50 سال قبل نیست. امروز به توفیق الهی، به فضل الهی، به کوری چشم دشمنان കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, അങ്ങേയറ്റം പ്രകോപനപരമായ ഒരു പ്രസ്താവനയല്ലേ അയത്തുള്ള അലി ഖമേനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ ഇത് എത്രത്തോളം ഗൗരവ സ്വഭാവം കൂടിയുള്ളതാണ്? രോഹിണി, തീർച്ചയായും അതീവ ഗൗരവ സ്വഭാവമുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പരാമർശം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായും ഒരു വംശഹത്യ നടത്തുക തന്നെ ചെയ്യുമെന്ന് ഒരു പരമോന്നത നേതാവ് പൊതുവേദിയിൽ, ഒരു പബ്ലിക്കായ വേദിയിൽ പറയുന്നു എന്നുള്ളത് ഏറെ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ്. കാരണം നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഈ ഈ പരിപാടി നടക്കുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും, ഖമേനിയുടെ ഓരോ വാക്കുകളും ആ സദസ്സ് ഏറ്റെടുക്കുകയും അതിനോടൊപ്പം മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും നമ്മൾ കാണുകയുണ്ടായി. തീർച്ചയായും അദ്ദേഹം പറയുന്നത് 1948 മുതലുണ്ടായിരിക്കും മുന്നോട്ട് വന്ന യഹൂദ മുന്നേറ്റമായ സയനിസ്റ്റ് മൂവ്മെൻറ്റ് ഒരു ക്യാൻസറാണ് പശ്ചിമേഷ്യയെ ബാധിച്ചിരിക്കുന്നത്. ആ പശ്ചിമേഷ്യയെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറായ സയനിസ്റ്റ് മുന്നേറ്റത്തെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും, അത് ഇല്ലാതാക്കുക തന്നെ വേണമെന്ന നിലപാടാണ്. അതിൽ നിന്നും കൃത്യമായി യഹൂദന്മാരെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന ഒരു സന്ദേശം തന്നെയാണ് ആ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ നിരവധിയായ ഗൗരവമേറിയ ചില നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഖമേനിയുടെ വാക്കുകളിൽ നിന്നും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇസ്ലാമിന് ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെല്ലാം നിലനിർത്തേണ്ട ഉത്തരവാദിത്തങ്ങൾ തങ്ങൾക്കുണ്ട്. 30-50 വർഷം മുമ്പുള്ള ഇറാൻ അല്ല ഇപ്പോൾ ഉള്ളത് എന്ന ഒരു സാഹചര്യം കൂടി അദ്ദേഹം വിശദീകരിക്കുന്നു എന്നതാണ് ഏറെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ട വിഷയം. വംശഹത്യയ്ക്ക് തയ്യാറാകുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഇറാൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളെ തിരിച്ചുപിടിക്കുന്നതിന് വംശഹത്യയ്ക്ക് തയ്യാറാകണമെന്ന ഒരു നിലപാട് വിളിച്ചു പറയുകയാണ് ഖമേനി. അത് വിളിച്ചു പറയുമ്പോൾ മരണം, ഇസ്രായേലിൻ്റെ മരണം എന്ന മുദ്രാവാക്യം തിരിച്ചു വിളിക്കുന്നു. അമേരിക്കയുടെ മരണം, അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ മരണം എന്നൊക്കെ മുദ്രാവാക്യങ്ങൾ നേരത്തെയും അവർ വിളിക്കുന്നുണ്ട് ഇതേ സദസ്സിൽ തന്നെ. അത്തരത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ച് വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്യുന്ന ഒരു നീക്കം ഖമേനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ വീഡിയോ എല്ലാം പുറത്തു വരികയും ചെയ്തത്. ഇത്തരത്തിൽ പരസ്യമായി വംശഹത്യയ്ക്ക് ഒരു ആഹ്വാനം ചെയ്യുന്ന ഒരു സാഹചര്യം ഖമേനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നത് ഒരു വസ്തുതാപരമായ ഒരു വസ്തുനിഷ്ഠമായ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ സാഹചര്യം, അതായത് ഇത്തരത്തിലൊരു പ്രകോപനപരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകൾ പുരോഗമിക്കുന്ന വേളയിലാണ് എന്നതും ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയമാണ്. ഇറാൻ അമേരിക്ക ആണവ ചർച്ചകളുടെ അടിസ്ഥാന ലക്ഷ്യം തന്നെ ഇറാനെ ആണവ നിരായുധീകരണം നടത്തുക എന്നതാണ്. അത്തരത്തിൽ ആണവ നിരായുധീകരണം നടത്താനുള്ള നീക്കങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കാൻ തയ്യാറല്ല എന്നൊരു നിലപാട് പ്രത്യക്ഷമല്ലെങ്കിലും വളരെ പരോക്ഷമായ രീതിയിൽ ഖമേനി മുന്നോട്ട് വയ്ക്കുന്നു എന്ന് കൂടിയാണ് ഇതിനെ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിലുള്ള ആയുധങ്ങൾ ഇനിയും സംഭരിക്കുകയും ഇസ്രായേലിനെ പൂർണ്ണമായും ഇല്ലാതാക്കും, അല്ലെങ്കിൽ യഹൂദ വംശത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന ഒരു സൂചന തന്നെയാണ് നൽകുന്നത്. അത്തരത്തിലൊരു സൂചന നൽകുമ്പോൾ അത് കേട്ടിരിക്കുന്നവർ ഏറ്റുപിടിക്കുന്നു. അതുപോലെ തന്നെ മരണം, അതായത് ഇസ്രായേലിൻ്റെ മരണം, UK-യുടെ മരണം, അതുപോലെ ബ്രിട്ടൻ്റെ മരണം, അമേരിക്കയുടെ മരണം എന്ന രീതിയിലൊക്കെ തുടർച്ചയായി ബഹളം വയ്ക്കുന്ന രീതിയിൽ തിരിച്ചും മുദ്രാവാക്യം വിളിക്കുന്നു. അത്തരത്തിലുള്ളൊരു സാഹചര്യം, ഒരു പ്രകോപനകരമായ ഒരു സംവിധാനം സൃഷ്ടിച്ച് അത്തരത്തിലുള്ള വീഡിയോകൾ പ്രദർശിപ്പിച്ച് ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിച്ച അതേ വീഡിയോ തന്നെ പ്രകോപനപരമായി പ്രദർശിപ്പിക്കാനുള്ളൊരു നീക്കവും അതുപോലെ തന്നെ അത് പടർത്തി അത്തരമൊരു സന്ദേശം ജനങ്ങളിലേക്ക് പടർത്താനുള്ളൊരു നീക്കവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 6 മിനിറ്റോളമുള്ള ഈ വീഡിയോയിൽ പലതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഖമേനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏറ്റവും ഗൗരവമേറിയ വംശഹത്യാ പരാമർശം ഇയാൾ നടത്തുന്ന ഒരു ദൃശ്യമാണ് ഏറ്റവും ചുരുങ്ങിയ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടി ഇതിനേക്കാൾ സങ്കീർണമായ ആഹ്വാനങ്ങളെല്ലാം തന്നെ നടത്തുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ളൊരു നീക്കം തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു നിലപാട് തന്നെയാണ് ഇറാൻ ഉള്ളത് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സമാധാനം ഇനിയും വലിയ തോതിൽ തകരാനുള്ള സാധ്യതയിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതാണ് ഈ പ്രകോപനപരമായ പ്രസംഗം. അതെ, തീർച്ചയായും ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചു.
ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണെന്നാണ് വിവരം. രോഗം അസ്ഥികളിലേക്ക് പടരുന്നതായും മെഡിക്കൽ റിപ്പോർട്ടുണ്ട്. വേദനിപ്പിക്കുന്ന വാർത്തയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കുന്ന വിഷയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഒറ്റക്കെട്ടായി എതിർക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഇക്കാര്യം ഉന്നയിച്ച് BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് സ്റ്റാലിൻ കത്തയച്ചു. വിഷയത്തിൽ നിർണായകമായ 14 ചോദ്യങ്ങൾ രാഷ്ട്രപതി കോടതിക്ക് മുൻപാകെ ഉന്നയിച്ചിരുന്നു. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയക്രമം നിശ്ചയിച്ച സുപ്രീംകോടതി വിധിയിൽ രാഷ്ട്രപതിയുടെ ഇടപെടൽ ഒറ്റക്കെട്ടായി എതിർക്കണമെന്ന ആഹ്വാനമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നടത്തിയത്. രാഷ്ട്രപതിക്കെതിരെ ഒരുമിച്ച് കോടതിയെ സമീപിക്കണമെന്നാവശ്യപ്പെട്ട് BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് സ്റ്റാലിൻ കത്തയച്ചു. സംസ്ഥാനങ്ങളുടെ ഭരണ നിർവഹണത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടലുകൾ കോടതി വിധിയിലൂടെ നിയന്ത്രിക്കാനാകുമെന്നും കേരളം, കർണാടക, തെലങ്കാന, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ തുടങ്ങി 8 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് അയച്ച കത്തിൽ സ്റ്റാലിൻ പരാമർശിച്ചിട്ടുണ്ട്. നേരത്തെയും കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്നതിന്റെ മറവിൽ അനാവശ്യ പ്രാദേശികവാദവും വിഘടനവാദ നീക്കങ്ങളും സ്റ്റാലിൻ നടത്തിയിരുന്നു. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്ന വിഷയത്തിൽ കോടതി വിധിയിന്മേൽ രാഷ്ട്രപതി ചോദ്യങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ഭരണഘടനയിൽ നിശ്ചയിക്കാത്ത സമയപരിധി കോടതി വിധിയിലൂടെ സാധ്യമാകുമോ എന്നതുൾപ്പെടെ 14 ചോദ്യങ്ങൾ രാഷ്ട്രപതി ഉന്നയിച്ചിരുന്നു. ജനം, ഡൽഹി. ദളിത് സ്ത്രീയെ പേരൂർക്കട പോലീസ് 20 മണിക്കൂറോളം മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ SIക്ക് സസ്പെൻഷൻ. SI പ്രസാദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. അന്വേഷണ വിധേയമായാണ് നടപടി. SIയെ സസ്പെൻഡ് ചെയ്തതിൽ സന്തോഷമെന്നും മറ്റ് 2 പോലീസുകാർക്കെതിരെ കൂടി നടപടി വേണമെന്നും ബിന്ദു പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നെ അത്രയും ക്രൂരത ചെയ്തതിലൂടെ വളരെ സന്തോഷമുണ്ട്. ഞാൻ ആ പരാതിക്കാരി ഓമന ഡാനിയലും ഈ പ്രസിഡന്റ് പറഞ്ഞ SI വേറൊരു പോലീസുകാരോ എനിക്ക് പേരറിയത്തില്ല. വേറൊരു പോലീസും എനിക്ക് പേരറിയത്തില്ല. അയാളും ഇതേപോലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നുണ്ട്. ദളിത് സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ കക്കൂസ് വെള്ളമാണോ കുടിക്കാൻ കൊടുക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാത്രി മുഴുവൻ ഒരു സ്ത്രീയെ നിർത്തുന്നത് ശരിയാണോ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നും VD സതീശൻ ആലപ്പുഴയിൽ ചോദിച്ചു. കേരളത്തെ തരിപ്പണമാക്കിയിട്ടാണ് സർക്കാർ 4ാം വാർഷികം ആഘോഷിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ഒരു വീട്ടുജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി 20 മണിക്കൂർ ടോർച്ചർ ചെയ്തു, അവരെ അപമാനിച്ച് അവര് തെറ്റ് ചെയ്തവരല്ല എന്ന് തെളിഞ്ഞിട്ടും പരാതി തന്നവർ പരാതി പിൻവലിച്ചിട്ടും അവരുടെ പേരിൽ FIR എടുത്ത് ഈ പരിസരത്ത് കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഞാൻ ചോദിക്കട്ടെ, പോലീസ് സ്റ്റേഷനിൽ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നവർക്ക് കക്കൂസിലെ വെള്ളമാണോ കുടിക്കാൻ കൊടുക്കുന്നു? അഴിമതിക്കാരുടെ സർക്കാരായി ഈ സർക്കാർ മാറി. ഇതാണ് ഈ 4 വർഷത്തെ ഈ ബാക്കി പത്രം, ഈ സർക്കാരിന്റെ ബാക്കി പത്രം ഇതാണ്. എന്നിട്ടാണ് ഇവർ ആഘോഷങ്ങൾ നടത്തുക. വീണ്ടും ഇല്ലാത്ത പണമുണ്ടാക്കി ജനങ്ങളുടെ നികുതി പണം എടുത്ത് ആഘോഷിക്കുകയാണ് ഇലക്ഷന് വേണ്ടി. ദേശീയപാതയും PWD വകയെന്ന ഹാഷ്ടാഗ് അവകാശവാദവുമായി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. NH66ന്റെ ഭാഗമായ വട്ടപ്പാറ വയഡക്റ്റിന്റെ ദൃശ്യങ്ങൾക്കൊപ്പമാണ് PWDയുടെ ഹാഷ്ടാഗ് തിരികെ കയറ്റിയത്. കണക്കുകളും മറ്റും നിരത്തി എക്സിൽ റിയാസിനെ ട്രോളുകയാണ് നെറ്റിസൺസ്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലുണ്ടായ തീപിടുത്തത്തിൽ കേസെടുത്ത പോലീസ്. ഫയർ അക്യൂറൻസ് വകുപ്പ് പ്രകാരം കസബ പോലീസാണ് കേസെടുത്തത്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതായാണ് FIRൽ പറയുന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ പുതിയ ബസ് സ്റ്റാൻഡിലെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിലും സമീപത്തെ കെട്ടിടങ്ങളിലും തീ പടർന്ന സംഭവത്തിലാണ് പോലീസ് കേസെടുത്തത്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിനും 3 ഗോഡൌണിനുമുണ്ടായ തീപിടുത്തത്തിലെ നഷ്ടം മാത്രം 10 കോടിയോളം വരുമെന്നാണ് വിലയിരുത്തൽ. സമീപത്തെ മരുന്ന് ഗോഡൌണിലും മറ്റു കടകളിലും തീ പടർന്ന് വലിയ നാശനഷ്ടമാണ് ഉണ്ടായതെന്നാണ് FIRൽ പറയുന്നത്. 50 കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടമുണ്ടായതാണ് പ്രാഥമിക വിലയിരുത്തൽ. 5 മണിക്കൂറോളം നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. ബീച്ച്, വെള്ളിമാടുകുന്ന്, മീൻചന്ത എന്നിവിടങ്ങളിലെ ഫയർഫോഴ്സ് യൂണിറ്റുകളെ കൂടാതെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയിരുന്നു.
പലയിടത്തും തകരഷീറ്റുകൾ മേഞ്ഞ മേൽക്കൂരകളായതിനാൽ തീ പടരുന്നത് തടയാൻ വലിയ പ്രയാസമാണ് നേരിട്ടിരുന്നത്. സംഭവത്തിൽ 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേഷനും തീപിടുത്തത്തിൽ സമഗ്രമായ പരിശോധന നടത്തുകയാണ്. ജനം, കോഴിക്കോട്. മലപ്പുറം കാളികാവിൽ ആളെക്കൊല്ലി കടുവയെ പിടികൂടാനുള്ള ദൗത്യം 5ാം ദിവസവും തുടരുകയാണ്. തിരച്ചിൽ തുടരുന്നതിനിടെ കടുവയുടെ കാൽപ്പാടുകൾ മറ്റൊരിടത്ത് കണ്ടെത്തി. നേരത്തെ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിൽ കടുവയുടെ കൂടുതൽ ദൃശ്യങ്ങൾ ഇന്നും ലഭിച്ചിട്ടില്ല. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. സർക്കാർ മലയോര ജനതയെ കാണുന്നത് വന്യമൃഗങ്ങളുടെ ഭക്ഷണമായി. സർക്കാരിനോട് പറയുന്നതിനേക്കാൾ ഫലം കിട്ടുക ആക്രമിക്കാൻ വരുന്ന കടുവയോടും പുലിയോടും പറഞ്ഞാലാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് കത്തോലിക്ക കോൺഗ്രസ് 107ാമത് വാർഷിക പരിപാടിയിലാണ് സംസ്ഥാനത്ത് തുടരുന്ന വന്യജീവി ആക്രമണങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലേനി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. സർക്കാർ മലയോര ജനതയെ കാണുന്നത് വന്യമൃഗങ്ങളുടെ ഭക്ഷണമായാണ്. സർക്കാരിനോട് പറയുന്നതിനേക്കാൾ ഫലം കിട്ടുക ആക്രമിക്കാൻ വരുന്ന കടുവയോടും പുലിയോടും പറഞ്ഞാലാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മെ കൊന്നു തിന്നാൻ വരുന്ന കടുവായുടെയും പുലിയുടെയും മുമ്പിൽ ചെന്ന് കൈകൂപ്പി പറഞ്ഞാൽ അതുങ്ങൾക്ക് ഇവയെക്കാളും ആത്മാർത്ഥതയും ലജ്ജയും ഉണ്ടാകും. ഒരുപക്ഷെ അവ നമ്മളെ സംരക്ഷിച്ചെന്നിരിക്കും. 924 പേർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദി നിഷ്ക്രിയത്വം തുടരുന്ന സംസ്ഥാന സർക്കാരാണ്. കോടികൾ അനുവദിച്ചിട്ടും ഒരാളെ പോലും രക്ഷിച്ച ചരിത്രം വനം വകുപ്പിന് ഇല്ല. വന്യമൃഗശല്യം, പ്രിയപ്പെട്ടവരെ, വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് മലയോര ജനതയെ കരുതുന്ന ഒരു സർക്കാരാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളതാണ് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. വനം വകുപ്പ് ചെയ്യുന്നത് കർഷകരുടെ അടുക്കളയിൽ കയറി ഉടുമ്പിനെ കറിവെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കലാണ്. മലയോര കർഷകരെ ഇല്ലായ്മ ചെയ്യാനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നതെന്നും തീക്കൊള്ളി കൊണ്ട് തലചൊറിയാൻ വനം വകുപ്പ് ശ്രമിക്കരുതെന്നും മാർ ജോസഫ് പാംപ്ലേനി പറഞ്ഞു. ജനം, പാലക്കാട്. റാപ്പർ വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നവയാണെന്ന പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നെന്ന് ആവർത്തിച്ച് കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധു. പറഞ്ഞത് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും വേടൻ ജിഹാദികളുടെ ടൂളാണെന്നും NR മധു ജനം ടിവിയോട് പറഞ്ഞു. റാപ്പർ വേടൻ എന്ന് പറയുന്ന കലാകാരൻ സത്യത്തിൽ അവരുടെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് കേരള സാമൂഹ്യ മണ്ഡലത്തിൽ കലാപത്തിന്റെ വിത്തുപാകാൻ കഴിയുമോ, വിഘടനവാദത്തിന്റെ വിത്തുപാകാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന അഭിപ്രായത്തിൽ ഇപ്പോൾ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. പാലക്കാട് റാപ്പർ വേടന്റെ പരിപാടിക്കിടെ വ്യാപക നാശനഷ്ടമെന്ന് നഗരസഭ അമൃത് പദ്ധതിയിൽ സ്ഥാപിച്ച ഇരിപ്പിടങ്ങളും വേസ്റ്റ് ബിന്നും ഉൾപ്പെടെ തകർത്തു. സംഘാടകരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുമെന്നും പരിശോധനയ്ക്ക് ശേഷം പോലീസിൽ പരാതി നൽകുമെന്നും പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ E കൃഷ്ണദാസ് പറഞ്ഞു. സംഘാടകർക്ക് മാത്രമല്ല ഈ പരിപാടി നടത്തുന്ന ആളുകൾക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. ഇത്രയും ചെറിയ ഗ്രൗണ്ടിൽ 10,000-കണക്കിന് ആളുകൾ വരും എന്ന് പറഞ്ഞ് അവരെ എല്ലാം ജില്ലയുടെ വിവിധ ഭാഗത്തു നിന്ന് വരുത്തി വെറും 3 പാട്ടും പാടി സ്ഥലം വിട്ട ആളാണ് ഇവിടെ പരിപാടി നടത്തിയത്. അദ്ദേഹത്തിനും ഇതിൽ ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പൊതുമുതൽ നശിപ്പിച്ചതിന് സ്വാഭാവികമായിട്ടും സെക്രട്ടറി വന്നു കഴിഞ്ഞാൽ പോലീസിനും ഒരു പരാതി കൊടുക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുന്നതാണ്. നഷ്ടം കണക്കാക്കുന്നേ. സെക്രട്ടറി വന്നാൽ ഉടനെ അത് നിർദ്ദേശം കൊടുക്കും. എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഇത് എത്ര രൂപയുടെ നഷ്ടമാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് കണക്കാക്കുക. അനുമതി എടുത്തിട്ടുണ്ട്. പട്ടികജാതി വകുപ്പാണ് ഇവിടെ കത്ത് കൊടുത്തിരിക്കുന്നത്. സൗജന്യമായിട്ടാണ് നഗരസഭ ഈ പരിപാടിക്ക്, സർക്കാരിൻ്റെ പരിപാടി ആയതുകൊണ്ട് തന്നെ സൗജന്യമായിട്ടാണ്, ഫീസൊന്നും ഈടാക്കിയിട്ടില്ല. പക്ഷെ അവിടെ നടന്നത് എന്താണെന്ന് നിങ്ങൾ എല്ലാവരും നേരിട്ട് കണ്ടത്. വേടൻ ആധുനിക സംഗീതത്തിന്റെ പടത്തലവനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വേടന്റെ പാട്ട് കേൾക്കുമ്പോൾ ചില ഉദ്യോഗസ്ഥർക്ക് കണ്ണുകടിയാണ്. വേടനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തപ്പോൾ പാർട്ടി വേടനൊപ്പമായിരുന്നുവെന്നും വേടനെ വേട്ടയാടാൻ സമ്മതിക്കില്ലെന്നും MV ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു. വേടനെ മറയാക്കി സമൂഹത്തിൽ ജാതി ഭിന്നതയ്ക്ക് CPM കളമൊരുക്കുന്നുവെന്ന വിമർശനത്തിനിടെയാണ് CPM സംസ്ഥാന സെക്രട്ടറി പിന്തുണ ആവർത്തിച്ച് രംഗത്തെത്തിയത്. ഇതിൽ തന്നെ വേറൊരു വകുപ്പാണ് വേടനെതിരായിട്ടുള്ള കടന്നാക്രമണം. വേടനിലെ പാലക്കാട് സഖാവ് പിണറായിയെ കണ്ട് സംസാരിക്കുന്ന ഫോട്ടോയിൽ നമ്മൾ കണ്ടു. വേടൻ എന്ന് പറയുന്നത്
ഒരു പുതിയ ലോകത്തെ ആധുനികമായ ഒരു മ്യൂസിക് സംവിധാനത്തിൻ്റെ കേരളത്തിൻ്റെ പടനായകനായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും. ജാതി അധിക്ഷേപം, സവർണ മേധാവിത്വത്തിന്റെ നിലപാടുകളെ ചരിത്ര അവബോധത്തോടുകൂടി വ്യക്തമായിട്ട് ഈ റാപ്പ് മ്യൂസിക്കിന്റെ ഭാഗമായി വേടൻ പറയുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം പറയുമ്പോൾ പാടുമ്പോൾ ഉള്ള ഒരു കണ്ണുകടി. റിമാൻഡിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ഒരു വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ട് വേടന്റെ ഒപ്പം നിന്നു. തെറ്റായ ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ല. ഞങ്ങൾ ഈ കേരളീയ സമൂഹം വേടന്റെ ഒപ്പമായിരിക്കുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞപ്പോഴാണ് ചിത്രം മാറിയത്. വിദേശകാര്യമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നെതർലാൻഡ്സ്, ഡെൻമാർക്ക്, ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് എസ് ജയശങ്കർ നടത്തുക. അതിർത്തി കടന്നുള്ള ഭീകരവാദവും പാക് ഭീകരതയും സന്ദർശന വേളയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എസ് ജയശങ്കറിന്റെ ആദ്യ വിദേശ സന്ദർശനമാണ് ഇത്. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സാഹചര്യത്തിലും വളരെ ശക്തമായ നയതന്ത്ര ഇടപെടൽ നടത്തിയിരുന്ന ഭാരതത്തിൻ്റെ നയതന്ത്ര നേതൃനിരയിൽ നിന്നിരുന്ന വ്യക്തി കൂടിയാണ് എസ് ജയശങ്കർ. അദ്ദേഹത്തിൻ്റെ ത്രിരാഷ്ട്ര സന്ദർശനം ഇന്ന് ആരംഭിക്കുന്നു. 24 വരെയുള്ള സന്ദർശന ഷെഡ്യൂളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ അത് ഭാരതം ഒഫീഷ്യലായി നൽകിയിരിക്കുന്നത്. ഈ സന്ദർശനം നെതർലൻഡിലും ഡെൻമാർക്കിലും അതുപോലെ തന്നെ അത്തരത്തിലുള്ള 3 രാജ്യങ്ങളിലേക്കുള്ള യാത്രയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എങ്കിൽ കൂടി വിവിധ രാജ്യങ്ങളിലെ തലവന്മാരുമായി നേരത്തെ തന്നെ കൂടിക്കാഴ്ചകൾ ഫോണിലും അതുപോലെ തന്നെ സംവിധാനങ്ങളിലും എസ് ജയശങ്കർ നടത്തിയിരുന്നു. നമുക്കറിയാവുന്നതാണ്, പഹൽഗാം ആക്രമണത്തിന് ശേഷമുണ്ടായ ഭീകരർക്കെതിരായ ശക്തമായ തിരിച്ചടി നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വേളയിൽ തന്നെ കൃത്യമായ ഇടപെടൽ എസ് ജയശങ്കറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ എസ് ജയശങ്കറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്ന ആ നീക്കങ്ങളുടെ മറ്റൊരു വെർഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്ന് UN സെക്യൂരിറ്റി കൗൺസിൽ അംഗരാജ്യങ്ങളെയും സ്ഥിരാംഗങ്ങളെയും അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെയും എല്ലാം തന്നെ കൃത്യമായി അവരോടെല്ലാം സംവദിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ തന്നെ മറ്റ് നിരവധി വിദേശ രാജ്യങ്ങളുമായി സംവദിക്കുന്നതിനും അദ്ദേഹം നേതൃത്വം നൽകി. അതുപോലെ തന്നെ ആ പഹൽഗാം ആക്രമണത്തിൻ്റെ തിരിച്ചടിയായി കർക്കശമായ നടപടികൾ സ്വീകരിക്കുന്ന അതേ വേളയിൽ തന്നെ നയതന്ത്ര നീക്കങ്ങളും നടന്നിരുന്നു. അതുപോലെയുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ ഡെൻമാർക്കും നെതർലൻഡ്സും ജർമ്മനിയും എല്ലാം തന്നെ സന്ദർശിക്കുന്നതിനെ എസ് ജയശങ്കർ തിരിച്ചിരിക്കുന്നത്. ഈ യാത്രയിലും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് അതിർത്തി കടന്നുള്ള തീവ്രവാദവും അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് കടത്തും അതുപോലെ തന്നെ തീവ്രവാദത്തെ കയറ്റി അയക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്ന കൃത്യമായ തീരുമാനവുമാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ ദിവസം വന്ന വാർത്തകളിൽ ഏറെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെട്ടൊരു വാർത്ത, IMFിൻ്റെ തുക നൽകുന്നതിന് കൃത്യമായൊരു മാനദണ്ഡം രൂപീകരിക്കാൻ IMF തയ്യാറായി പാകിസ്ഥാന് തുക നൽകുന്നത് സംബന്ധിച്ച്. ആ മാനദണ്ഡം രൂപീകരിക്കാൻ അടിസ്ഥാനപരമായി കാരണമായത് ഭാരതത്തിൻ്റെ അതിശക്തമായ എതിർപ്പ് തന്നെയാണ്. ഇത്തരത്തിൽ നൽകുന്ന പണം വലിയ തുക നൽകുന്നുണ്ട്. അത്തരത്തിൽ നൽകുന്ന വലിയ തുകകളെല്ലാം തന്നെ ഭീകരതയ്ക്ക് പ്രോത്സാഹനം നൽകുന്നതിന് ദുരുപയോഗം ചെയ്യുന്നുവെന്ന ഒരു ആരോപണം വളരെ കൃത്യമായി, അല്ലെങ്കിൽ ആ ഒരു വസ്തുതാപരമായ നിരീക്ഷണം കൃത്യമായി ഭാരതത്തിന് നടത്താൻ സാധിക്കുകയും അത് IMFിനെ കൃത്യമായി ബോധിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു. അത്തരത്തിൽ IMFിന് അക്കാര്യം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 11 നിർദ്ദേശങ്ങളാണ് നൽകിയത്. അതായത് ഭാരതം നേരത്തെ മുന്നോട്ട് വെച്ചിരുന്ന നയതന്ത്ര തലത്തിൽ, ഉഭയകക്ഷി തലത്തിൽ നടന്ന നയതന്ത്ര തലത്തിലുള്ള തിരിച്ചടികളുടെ പിന്നാലെ മറ്റു രാജ്യങ്ങളുടെ ഓർഗനൈസേഷൻസ്, അതായത് മറ്റു രാജ്യങ്ങളും ചേർന്നുള്ള സംഘടനകളിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കൃത്യമായി നടത്തുന്നതിനുള്ള ഒരു 2ാം ഘട്ട രീതിയായിരുന്നു നടപ്പാക്കിയത്. ആ രീതി നടപ്പാക്കിയത് IMFിൻ്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ, UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ എല്ലാം മേഖലകളിൽ ശക്തമായൊരു ഇടപെടൽ നടത്താൻ ഭാരതത്തിന് സാധിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ഇടപെടലുകൾക്ക്, അതായത് അന്താരാഷ്ട്ര ഓർഗനൈസേഷനുകളിലുള്ള ഇടപെടലുകൾക്കും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും പിന്തുണ ഉറപ്പാക്കുക എന്നതും അതുപോലെ തന്നെ ഉഭയകക്ഷി ചർച്ചകളുടെ ഉറപ്പാക്കുക എന്നതും ഭീകരവിരുദ്ധ നിലപാടിൻ്റെ അല്ലെങ്കിൽ ഭീകരവിരുദ്ധ സഖ്യത്തിനെ ശാക്തീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഭാരതത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുക എന്നതും തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അജണ്ട. ഈ അജണ്ടയെ തന്നെയാണ് പ്രാഥമികമായും ഏറ്റവും പ്രധാനമായും ഈ ത്രിരാഷ്ട്ര സന്ദർശന വേളയിൽ ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് തുടർച്ചകളും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജർമ്മനിയുടെ പുതിയ ചാൻസലർ അധികാരമേറ്റതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സന്ദർശനമാണ്. അപ്പോൾ പുതിയ സർക്കാരുമായുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം തന്നെ തുടർച്ചയായി നടക്കുകയും ചെയ്യുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, നയതന്ത്ര തലത്തിലുള്ള ഉഭയകക്ഷി തലത്തിലുള്ള വിശദമായ ചർച്ചകൾ ഈ സന്ദർശന വേളയിൽ ഇതിന് പുറമെ നടക്കുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ ഭാരതം എല്ലാ അന്താരാഷ്ട്ര വേദികളിലും അതിശക്തമായി ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നതും അല്ലെങ്കിൽ കുറേയൊക്കെ പ്രാധാന്യം അതിന് മാത്രം നൽകാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഭീകരവിരുദ്ധ നിലപാടുകൾക്കും ഭീകരവിരുദ്ധ സഖ്യം ശാക്തീകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള നീക്കങ്ങൾക്കുമാണ്. അത്തരം നീക്കങ്ങൾക്ക് തന്നെയായിരിക്കും ഈ 3 ദിവസത്തെ സന്ദർശനത്തിലും പ്രധാന ഊന്നൽ നൽകുക എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. രോഹിണി. ശരി, ഐസൺ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. ജർമ്മനിയിൽ ഭീകരാക്രമണമെന്ന് സംശയം.
ബിലെഫെൽഡിൽ ബാറിൽ ഇരച്ചെത്തിയ ആയുധധാരി 5 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. കുത്തേറ്റവരിൽ 3 പേർ ഗുരുതരാവസ്ഥയിലാണ്. ഇന്നലെ പുലർച്ചെയാണ് 35 വയസ്സ് പ്രായം തോന്നിക്കുന്നയാൾ നഗരത്തിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചത്. സിറിയൻ അഭയാർത്ഥിയാണ് അക്രമി എന്നാണ് പ്രാഥമിക നിഗമനം. അക്രമിക്കായി തിരച്ചിൽ ഊർജിതമാക്കി. ഭീകരാക്രമണമാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. പോർച്ചുഗലിൽ ഭാരതത്തിനെതിരെ പ്രതിഷേധിച്ച് പാകിസ്ഥാന് ചുട്ട മറുപടി. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന മുന്നറിയിപ്പ് നൽകി ലിസ്ബണിലെ ഭാരതത്തിന്റെ എംബസിയിൽ ബാനർ സ്ഥാപിച്ചു. ചാൻസറി കെട്ടിടത്തിന് സമീപം പാകിസ്ഥാൻ സംഘടിപ്പിച്ച ഭീരുത്വം നിറഞ്ഞ പ്രതിഷേധത്തോട് രാജ്യം ശക്തമായി പ്രതികരിക്കുകയായിരുന്നു. പാക് സൈനിക മേധാവി അസിം മുനീറിന്റെ ചിത്രങ്ങളുമായിട്ടാണ് പാകിസ്ഥാൻ പൗരന്മാർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. എന്നാൽ ഒറ്റ വരിയിൽ നിശബ്ദമായി ഭാരതം അതിശക്തമായി തിരിച്ചടിച്ചു. അതേസമയം എംബസിയുടെ സുരക്ഷ ഉറപ്പാക്കിയതിന് പോർച്ചുഗൽ സർക്കാരിനും പോലീസിനും ഇന്ത്യൻ എംബസി നന്ദി അറിയിച്ചു. ഭാരതത്തെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാൻ വരരുതെന്നും എന്തിനേയും നേരിടാൻ ഭാരതം സജ്ജമെന്നും എംബസി പ്രതികരിച്ചു. തപാൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തി എന്ന വെളിപ്പെടുത്തലിൽ മുൻ മന്ത്രി ജി സുധാകരനെതിരെയുള്ള കേസിൽ തെളിവിനായി തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന് പോലീസ് കത്ത് നൽകും. ആലപ്പുഴ കളക്ടറേറ്റിലെ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിനാണ് കത്ത് നൽകുക. കത്തിന് ലഭിക്കുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുകയെന്നും പോലീസ് അറിയിച്ചു. തപാൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയെന്ന വിവാദ പ്രസംഗത്തിൽ മുൻമന്ത്രി ജി സുധാകരനെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. കേസിന് പിൻബലം നൽകുന്ന തെളിവുകളും രേഖകളും സമാഹരിക്കുന്നതിനാണ് പോലീസ് ശ്രമം. ഇതിനായി വിശദമായ കത്ത് ആലപ്പുഴ കളക്ടറേറ്റിലെ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന് നൽകും. ഈ കത്തിനുള്ള മറുപടിക്കനുസരിച്ചായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. കേസെടുത്തുടനെ തന്നെ തെരഞ്ഞെടുപ്പ് വിഭാഗത്തോട് രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അവ്യക്തത നിലനിന്നിരുന്നു. തുടർന്നാണ് വിശദമായ ചർച്ചകൾ നടത്തി കത്ത് നൽകാൻ പോലീസ് തീരുമാനിച്ചത്. കത്തിനുള്ള മറുപടിക്കൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ ജി സുധാകരനെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. നിലവിൽ തൽക്കാലം മൊഴി രേഖപ്പെടുത്തേണ്ടെന്ന തീരുമാനത്തിലാണ് പോലീസ്. 36 വർഷം മുമ്പുള്ള സംഭവമായതിനാൽ തെളിവുകൾ ശേഖരിച്ചു മാത്രമേ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ സാധിക്കൂ എന്നാണ് പോലീസ് പറയുന്നത്. ജനപ്രാതിനിധ്യ നിയമത്തിലെ വോട്ടിംഗ് രഹസ്യാത്മകത ലംഘനം, ബൂത്ത് പിടിക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങി 3 മുതൽ 7 വർഷം വരെ തടവും പിഴയും കിട്ടാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് സുധാകരനെതിരെ ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ജനം, ആലപ്പുഴ. മെസ്സി കേരളത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത് അനാവശ്യ ചർച്ചകളാണെന്നും വിവാദമുണ്ടാക്കേണ്ട കാര്യമില്ലെന്നും കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. ഒക്ടോബറിലോ നവംബറിലോ അർജന്റീനൻ ടീം കേരളത്തിലെത്തും. എതിർ ടീമിനെ സംബന്ധിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നും വി അബ്ദുറഹ്മാൻ കോട്ടയത്ത് പറഞ്ഞു. ഈ കാര്യത്തിൽ ആർക്കൊരു സംശയമാണ്. ഈ സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ തന്നെ അനാവശ്യമായുള്ള വിവാദമാണ്. മെസ്സിയെ പോലുള്ള ലെജൻഡുകൾ കേരളത്തിൽ വരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമുള്ളൊരു കാര്യമാണ്. അദ്ദേഹം വരും, അദ്ദേഹത്തിൻ്റെ ടീമും ഇവിടെ വരും. അതിനാവശ്യമായി കളിക്കാനുള്ള സ്ഥലവും നമുക്കുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ഒക്ടോബറിൽ കൃത്യമായി ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ദിവസം അവർ അതൊക്കെ തരാം. ഒരാഴ്ച കഴിയട്ടെ. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ രണ്ടാമത്തെ കടമെടുപ്പ് നാളെ. 2000 കോടി കൂടി കടമെടുക്കുന്നത് വാർഷികാഘോഷ ധൂർത്ത് തുടരുന്നതിനിടെ സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മിസ്മാനേജ്മെന്റ് കേരളത്തെ തള്ളിവിട്ടിരിക്കുന്നത് 6 ലക്ഷം കോടിയുടെ കടക്കെണിയിലേക്കാണ്. സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. ശമ്പളവും പെൻഷനും നൽകാൻ മറ്റ് വഴികളില്ലാതെ വന്നതോടെയാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിലാദ്യമായി ഏപ്രിൽ 29-ന് സർക്കാർ 2000 കോടി കടമെടുത്തത്. സമാനമായ സാഹചര്യത്തിലാണ് നാളെ വീണ്ടും 2000 കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നതും. റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെയാണ് കടപ്പത്രങ്ങളുടെ ലേലം നടക്കുക. ഡിസംബർ വരെയുള്ള കടമെടുപ്പ് പരിധിയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 8276 കോടിയുടെ വർധനവിന് കേന്ദ്രം അനുമതി നൽകിയിരുന്നു. ഇത് സർക്കാരിന് ആശ്വാസമാണെങ്കിലും കേരളം എത്തി നിൽക്കുന്നത് 6 ലക്ഷം കോടിയുടെ കടക്കണിയിലേക്കാണ്. ധനപ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാതെ സർക്കാർ കടമെടുപ്പിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും സംസ്ഥാനത്തിന്റെ ബാധ്യത വർദ്ധിപ്പിക്കുന്നു. കേരളത്തിലെ സാമ്പത്തിക ദുരന്തം പരിഗണിച്ച് 2024-25 കാലത്തെ കടമെടുപ്പ് പരിധി 37,512 കോടിയിൽ നിന്ന് പലപ്പോഴായി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു നൽകിയിരുന്നു. 48,864 കോടിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളം കടമെടുത്തത്. 2025-26 സാമ്പത്തിക വർഷം 45,000 കോടി രൂപ കടമെടുക്കാനാകുമെന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. അതായത് ഓരോ സാമ്പത്തിക വർഷവും പിണറായി സർക്കാർ കേരളത്തിന് ബാധ്യതയാക്കുന്നത് 1.5 ലക്ഷം കോടിയോളം രൂപ. പലപ്പോഴും പ്രവചിക്കപ്പെട്ടതുപോലെ സംസ്ഥാനം നീങ്ങുന്നത് ഗുരുതരമായ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് തന്നെയെന്ന് സാരം. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.
സാമ്പത്തിക തിരിമറി നടത്തി സസ്പെൻഷനിലായ ജീവനക്കാരനെ തിരിച്ചെടുത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ആര്യൻകാവ് ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസറായിരുന്ന AV വിജേഷ് നടത്തിയത് 50 ലക്ഷം രൂപയുടെ തിരിമറി. വിജേഷ് ജോലി ചെയ്ത മറ്റിടങ്ങളിൽ ഓഡിറ്റ് നടത്താൻ കാലതാമസം ഉണ്ടാകുന്നതിനാൽ സസ്പെൻഷൻ പിൻവലിക്കുന്നുവെന്ന വിചിത്രവാദം. തുടർ നടപടികളില്ലാത്തതിനാൽ ദേവസ്വം ജീവനക്കാർക്കിടയിലും അതൃപ്തി. കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആര്യങ്കാവ് ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ AV വിജേഷ് നടത്തിയ ഗുരുതര സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തുന്നത്. ആര്യങ്കാവ് കിളിമരത്തുകാവ് ദേവസ്വങ്ങളിൽ 50 ലക്ഷം രൂപയുടെ തിരിമറിയാണ് വിജേഷ് നടത്തിയത്. അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓഡിറ്റിലായിരുന്നു ക്രമക്കേട് വ്യക്തമാകുന്നത്. പണം തിരിച്ചടച്ചെങ്കിലും ഭീമമായ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന്റെ പേരിൽ വിജേഷിനെ 2024 ഡിസംബർ 24 അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുനലൂർ ഗ്രൂപ്പിൽ വിജേഷ് ചാർജ് വഹിച്ചിരുന്ന വിവിധ ദേവസ്വങ്ങളിലെ സാമ്പത്തിക ക്രമക്കേടുകളിൽ വ്യക്തത വരുത്താൻ ഓഡിറ്റ് നടത്താനും തീരുമാനിച്ചു. എന്നാൽ പിന്നീടുണ്ടായ ഉന്നത ഇടപെടലുകളിൽ ഓഡിറ്റ് നടപടികൾ പേരിന് മാത്രമായി ഒതുങ്ങി. 5 മാസത്തിനിപ്പുറം തുടർ നടപടികൾ ഒഴിവാക്കി വിജേഷിനെ സർവീസിൽ തിരിച്ചെടുത്തു. മറ്റു ദേവസ്വങ്ങളിലെ ഓഡിറ്റ് നടപടികൾ പൂർത്തിയാക്കാൻ കാലതാമസമുള്ളതിനാൽ അന്വേഷണ വിധേയമായി തന്നെ തിരിച്ചെടുക്കുന്നുവെന്ന വിചിത്ര ഉത്തരവും ദേവസ്വം കമ്മീഷണർ പുറത്തിറക്കിയിട്ടുണ്ട്. ഓഡിറ്റ് നടപടികൾ യഥാസമയം പൂർത്തിയാക്കാത്തത് ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചയാണ്. അതിന്റെ പേരിൽ ക്രമക്കേട് നടത്തിയ ഓഫീസറെ തിരിച്ചെടുക്കുന്നതിൽ ദേവസ്വം ജീവനക്കാർക്കിടയിലും പ്രതിഷേധം ശക്തമാണ്. ക്രിമിനൽ കേസെടുക്കേണ്ട കുറ്റകൃത്യം നടത്തിയ സബ് ഗ്രൂപ്പ് ഓഫീസറെ ബോർഡിലെ ഉന്നതർ സംരക്ഷിക്കുകയാണെന്നാണ് ആക്ഷേപം. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. കൈക്കൂലി കേസിൽ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ അറസ്റ്റ് വൈകും. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് വിജിലൻസ്. കേസിന്റെ വിശദാംശങ്ങൾ ED തേടിയിട്ടില്ലെന്നും കൂടുതൽ പരാതികൾ ലഭിക്കുന്നുണ്ടെന്നും വിജിലൻസ് SP S ശശിധരൻ പറഞ്ഞു. അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറിയിൽ സമൻസ് ലഭിച്ചവരുടെ പേരുകളുണ്ടെന്നാണ് സൂചന. ഇത് സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടക്കും. അറസ്റ്റിലായ പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഏജന്റുമാരായ വിൽസൺ വർഗീസ്, ശേഖർ കുമാർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ എന്നിവരെ വിജിലൻസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. FIR-ൽ പ്രതിയേർത്തിട്ടുണ്ടെങ്കിലും വിൽസന്റെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തില്ല. പരാതിക്കാരനായ അനീഷ് ബാബുവിന്റെ മൊഴികളിലും വ്യക്തത തേടും. EDക്ക് മുന്നിലുള്ള അനീഷ് ബാബുവിനെതിരായ കേസിൽ അനീഷിന്റെ പങ്കും പരിശോധിക്കും. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ ലഭിക്കുന്നുണ്ടെന്ന് വിജിലൻസ് റേഞ്ച് SP S ശശിധരൻ പറഞ്ഞു. ED ഇതുവരെ വിശദാംശങ്ങൾ തേടിയിട്ടില്ല. ഫോണിലൂടെ ചില പരാതികൾ വരുന്നുണ്ട്, അത് നമുക്കൊന്നത് പരിശോധിക്കണം. എന്തായാലും നമ്മുടെ അടുത്ത് വരുന്ന ഇൻഫർമേഷൻ നമ്മൾ തീർച്ചയായിട്ടും നോക്കുന്നുണ്ട്. ആരുടെ ഓഫീസ് റെയ്ഡ് നടത്തിയിട്ടുണ്ട്, ഞങ്ങളൊന്ന് പരിശോധിച്ച് പറയാം. കുറച്ച് ഗാഡ്ജറ്റ്സ് കിട്ടിയിട്ടുണ്ട്, പരിശോധിച്ച് പറയാം. ED ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ ഭീഷണിപ്പെടുത്തിയെന്നും അനീഷ് ബാബു വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതിനു മുമ്പ് രാധാകൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പറഞ്ഞിരുന്നത്. വിജിലൻസിൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു തനിക്ക് മാറിപ്പോയെന്ന് പരാതിക്കാരൻ പറഞ്ഞത്. മൊഴികളിലെ വൈരുദ്ധ്യവും വിലയിരുത്തും. ജനം, കൊച്ചി. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ CISF ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിൽ വാങ്ങാനൊരുങ്ങി പോലീസ്. ഇന്ന് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. സേനയുടെ ആഭ്യന്തര അന്വേഷണവും പുരോഗമിക്കുന്നു. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളായ വിനയ്കുമാർ, മോഹൻകുമാർ എന്നിവരെ കസ്റ്റഡിയിൽ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകുമെന്നാണ് സൂചന. കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവ് ശേഖരണത്തിനുമായി കസ്റ്റഡി ആവശ്യമാണെന്നാകും പോലീസിന്റെ വാദം. പ്രതികളിൽ ഒരാളായ വിനയ്കുമാറിനെ രക്ഷപ്പെടാൻ സഹായം ചെയ്ത വിമാനത്താവളത്തിലെ മറ്റൊരു ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. അതിനിടെ CISF ഉന്നത ഉദ്യോഗസ്ഥർ നടത്തുന്ന ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. സംഭവത്തിന് പിന്നാലെ സർവീസിൽ നിന്നും ഇരുവരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായി CISF ഉന്നത ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം കൃത്യം നടന്ന സ്ഥലം സന്ദർശിച്ച് തെളിവ് ശേഖരിച്ചിട്ടുണ്ട്. തുറവൂർ സ്വദേശി ഐവിൻ ജിജോയാണ് മരിച്ചത്. കാറുകൾ തമ്മിൽ ഉരസിയതിനെ തുടർന്നുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. ജനം, കൊച്ചി. കേരള KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ ഇടപെടുന്നില്ലെന്ന് ഹൈക്കോടതി. നിയമന കാലാവധി ഈ മാസം അവസാനിക്കാറായ സാഹചര്യത്തിൽ ഇടപെടേണ്ടതില്ലെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നിലപാട്. പക്ഷേ സർക്കാർ ഹർജി അനുവദിച്ച ഹൈക്കോടതി സിസ തോമസ് കേസിലെ ഡിവിഷൻ ബെഞ്ച് വിധി ബാധകമെന്നും ഉത്തരവിട്ടു. VC നിയമനത്തിൽ പാനൽ നാമനിർദ്ദേശത്തിന് സർക്കാരിന് അധികാരമുണ്ടെന്നായിരുന്നു സിസ കേസിലെ വിധി. സർക്കാർ നൽകുന്ന പാനലിലുള്ളവരെ നിയമിക്കണമെന്നുമായിരുന്നു സിസ തോമസ് കേസിൽ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്ത് കൊലപാതകങ്ങളും കൊലപാതക ശ്രമങ്ങളും വർദ്ധിക്കുന്നതായി കണക്കുകൾ.
കോഴിക്കോട് ജില്ലയിൽ മാത്രം കഴിഞ്ഞ 3 മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് 4 കൊലപാതകങ്ങളും 15 കൊലപാതക ശ്രമങ്ങളുമാണ്. ക്രൈം ബ്യൂറോയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. കൊലപാതകങ്ങളും അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. ഈ വർഷം മാർച്ച് വരെ മാത്രമുള്ള കണക്കനുസരിച്ച് ജില്ലയിൽ 4 കൊലപാതകങ്ങളും 15 കൊലപാതക ശ്രമങ്ങളുമാണ് ഉണ്ടായത്. കൂടാതെ തട്ടിക്കൊണ്ടുപോകൽ, മോഷണം, വഞ്ചന, ലൈംഗിക അതിക്രമം തുടങ്ങി ഏപ്രിൽ വരെ 8549 ക്രൈം കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2024 റിപ്പോർട്ട് ചെയ്തത് 25 കൊലപാതകങ്ങളും 125 കൊലപാതക ശ്രമങ്ങളുമാണ്. 2023 14 കൊലപാതകങ്ങളും 50 കൊലപാതക ശ്രമങ്ങളുമായിരുന്നു. 2022 ഇത് യഥാക്രമം 19, 42 എന്നിങ്ങനെയായിരുന്നു. 2021 17 കൊലപാതകങ്ങളും 30 കൊലപാതക ശ്രമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ജില്ലാ ക്രൈം ബ്യൂറോയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. സിറ്റി പരിധിയെ അപേക്ഷിച്ച് റൂറൽ പരിധിയിലാണ് കുറ്റകൃത്യങ്ങളിൽ വർധനവ് ഉണ്ടായിട്ടുള്ളത്. മറ്റു കേസുകളുടെ എണ്ണത്തിലും വലിയ വർധനവാണ് ഉള്ളത്. 2024 28,609, 2022 2,320, 2021 27,601 എന്നിങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്ത മറ്റു കുറ്റകൃത്യ കേസുകളുടെ എണ്ണം. ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുന്നവരിൽ അധികവും ലഹരിക്ക് അടിമകളായിട്ടുള്ളവരാണെന്ന് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നു. കോഴിക്കോട് ടൗൺ, പന്നിയങ്കര, ചെമ്മങ്ങാട്, മാറാട് തുടങ്ങിയ സ്റ്റേഷനുകളിലായി മോഷണത്തിനും മയക്കുമരുന്ന് ഉപയോഗിച്ചതിനും അടിപിടി നടത്തിയതിനും പൊതുസ്ഥലത്ത് മദ്യം ഉപയോഗിച്ചതിനും മറ്റുമായി നിരവധി കേസുകൾ നിലവിലുണ്ട്. കൂടാതെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 10ാം ക്ലാസ്സുകാരൻ കൊല്ലപ്പെട്ടതും മനസാക്ഷിയെ ഞെട്ടിച്ച വാർത്തയായിരുന്നു. പോലീസിന്റെയും എക്സൈസിന്റെയും അടക്കം വീഴ്ചയാണ് ഇത്തരം സാഹചര്യം ഒരുക്കുന്നതെന്ന വിമർശനമാണ് ശക്തമാകുന്നത്. ജനം, കോഴിക്കോട്. സംസ്ഥാനത്ത് ഇന്നു മുതൽ മീസിൽസ്, റുബെല്ല രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പയിൻ നടക്കും. വാക്സിനേഷൻ കവറേജ് കുറഞ്ഞ പ്രദേശങ്ങളിൽ സ്ഥാപനതല ക്യാമ്പയിനുകളും നടക്കും. മണ്ണൻ എന്ന പേരിൽ നാട്ടിൻപുറങ്ങളിൽ അറിയപ്പെടുന്ന മീസിൽസ്, റൂബെല്ല രോഗങ്ങൾക്കെതിരെ ആരോഗ്യവകുപ്പ് ഇന്നു മുതൽ പ്രത്യേക വാക്സിനേഷൻ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നു. 5 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്കായി 19 മുതൽ 31 വരെ തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ക്യാമ്പയിൻ. മറ്റു ജില്ലകളിൽ വാക്സിനേഷൻ കവറേജ് കുറഞ്ഞ പ്രദേശങ്ങളിൽ സ്ഥാപനതല ക്യാമ്പയിനും നടത്തും. 5 വയസ്സുവരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും മീസിൽസ്, റുബെല്ല വാക്സിന്റെ 2 ഡോസുകൾ എടുത്തുവെന്ന് ഉറപ്പാക്കണം. വാക്സിൻ എടുക്കാൻ വിട്ടുപോയ കുഞ്ഞുങ്ങളെ ആരോഗ്യ പ്രവർത്തകർ കണ്ടെത്തി വാക്സിൻ നൽകും. ക്യാമ്പയിൻ നടക്കുന്ന എല്ലാ ജില്ലകളിലെയും ആരോഗ്യ കേന്ദ്രങ്ങളിൽ സൗകര്യമൊരുക്കും. അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് മൊബൈൽ വാക്സിനേഷൻ ബോട്ടുകളും സജ്ജമാക്കും. കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നിഷേധിക്കുന്ന കുടുംബങ്ങളെ ബോധവൽക്കരിക്കാൻ തദ്ദേശ സ്ഥാപനത്തിൽ വാക്സിനേഷൻ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും. ഇതോടൊപ്പം വാക്സിൻ മൂലം തടയാവുന്ന മറ്റ് 10 രോഗങ്ങളുടെ വാക്സിനുകൾ എടുക്കാൻ വിട്ടുപോയവർക്ക് അവ കൂടി എടുക്കാൻ അവസരം നൽകും. ജനം, തിരുവനന്തപുരം. ഒരു പതിറ്റാണ്ടിലധികമായി തകർന്നു കിടക്കുകയാണ് ഇടുക്കി ശാന്തൻപാറ ചേരിയാർ പള്ളിക്കുന്ന് റോഡ്. ചെളിക്കുളമായ വഴിയിലൂടെ നടുവൊടിഞ്ഞാണ് ആളുകളുടെ യാത്ര. 2.5 വർഷം മുൻപ് പുനരുദ്ധാരണ പ്രവൃത്തികൾ തുടങ്ങിയെങ്കിലും ഉടൻ തന്നെ ന്യായങ്ങൾ ഉന്നയിച്ച് കരാറുകാരൻ പണികൾ നിർത്തിവെക്കുകയും നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതോടെയാണ് ആളുകൾ ദുരിതത്തിലായത്. PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.25 കോടി രൂപ അനുവദിച്ചപ്പോൾ ഏറെ ആഹ്ലാദിച്ച നാട്ടുകാർ ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല. ഉണ്ടായിരുന്ന റോഡ് പൂർണ്ണമായും കുത്തിപ്പൊളിച്ചാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ അധികം വൈകാതെ തന്നെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവതാളത്തിലായി. കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്ന റോഡിലൂടെ കാൽനടയാത്ര പോലും സാധ്യമല്ല. പൊടി തിന്നും ചെളിക്കുണ്ടിൽ വീണും ദുരിതയാത്ര നടത്തുകയാണ് ജനങ്ങൾ. നമ്മുടെ ഈ റോഡിന്റെ അവസ്ഥ വർഷങ്ങളായിട്ട് വളരെ മോശമായിട്ട് കിടക്കുന്നത്. എനിക്ക് വളർക്കുന്ന 2 കട്ടമുറി കാര്യങ്ങളുള്ളതാണ്. അവരിപ്പോൾ എല്ലാവരും കച്ചവടം ഇല്ല, കാര്യങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വാടക തരാൻ വരെ അവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ആരും കടയിലേക്ക് കയറുന്നില്ല, പൊടിയാണ്, പകുതി ദിവസം കട അടച്ചിടുന്നു, അങ്ങനെ കാര്യങ്ങൾ. അതിൻ്റെ താഴെ സ്ഥലമുണ്ട്, ഈ വെള്ളം മൊത്തം ഒഴുകി ആ സ്ഥലത്തേക്ക് ചെല്ലുന്നത്. ഇപ്പോൾ ഇതിൽ നേരത്തെ ശരിക്കും വെള്ളം അത്യാവശ്യം പോയിക്കൊണ്ടെന്നാണ്. ഇപ്പോൾ ഈ റോഡ് പണി ഇങ്ങനെ ആയിട്ടാണ് പ്രശ്നം. സ്കൂൾ ബസ്സുകളാണെങ്കിലും എല്ലാണെങ്കിലും നമുക്ക് വണ്ടി കാര്യങ്ങളുണ്ട്. അത്യാവശ്യം ഒരു ടാക്സി വിളിച്ചാൽ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ഒരു ഓട്ടോറിക്ഷക്കാരൻ പോലും വരാത്ത അവസ്ഥയാണ്. ഒരു യാത്ര നടന്നു പോകാൻ പോലും ആൾക്കാർക്ക് പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്.
ഇവിടെ കടകളിലെല്ലാം പൊടിപടലങ്ങൾ കൊണ്ട് ഞങ്ങളെല്ലാം മുറുതിമുട്ടി. എല്ലാവരും മാസ്ക് വെച്ച് ദുരിതം അനുഭവിക്കുകയാണ്. അപ്പം ദുരിതം അനുഭവിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് കട തുറക്കാതിരിക്കാൻ പറ്റില്ല. ഞാനൊരു റേഷൻ കട നടത്തുന്ന ഒരാളാണ്. റേഷൻ കടയിൽ വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ട്, എനിക്കും ബുദ്ധിമുട്ട്. കടയിലേക്ക് പോകുന്ന വഴി മണ്ണ് താത്തി 1 മീറ്ററോളം മണ്ണ് താത്തിയതിന് ശേഷം ഇപ്പം അങ്ങോട്ട് കടയിലേക്ക് കയറാനും പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. റോഡ് നിർമ്മാണം നിലച്ചതോടെ പള്ളിക്കുന്ന് ചേരിയാർ നിവാസികൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. 4 കിലോമീറ്റർ ദൂരമുള്ള റോഡിന് 5 വർഷത്തേക്ക് അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയാണ് ഫണ്ട് അനുവദിച്ചിരുന്നത്. എസ്റ്റിമേറ്റിലില്ലാത്ത കലുങ്ക് നിർമ്മിക്കാനാകില്ലെന്ന് ആരോപിച്ച് കരാറുകാരൻ ആദ്യം നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകിപ്പിച്ചു. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചപ്പോൾ പള്ളിക്കുന്നിലെ ഉൾപ്പെടെയുള്ള വൈദ്യുത പോസ്റ്റുകളും ശുദ്ധജല വിതരണ പൈപ്പുകളും മാറ്റിയില്ല എന്ന കാരണം പറഞ്ഞ് വീണ്ടും നിർമ്മാണം പ്രതിസന്ധിയിലാക്കി. റോഡ് വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇവിടെ ഇരിക്കാൻ നിവൃത്തിയില്ല. ഞാനിവിടെ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, ആശുപത്രിയിലായിരുന്നു, സുഖമില്ലാതെയൊക്കെ ആകപ്പാടെ മാസ്ക് ഒക്കെ വെച്ച് വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ് ഇവിടെ അനുഭവിക്കുന്നത്. ഈ റോഡിന്റെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ഇത് എങ്ങനെയാണെന്ന് അറിയാം, അശാസ്ത്രീയമായ ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളം ഇപ്പോൾ റോഡിൽ കെട്ടിക്കിടക്കുന്നത് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഇതിന്റെ മുകളിൽ ടാർ ചെയ്യും അതൊക്കെയാണൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിയാതെ കണ്ട് വളരെ ആളുകൾ ഇവിടെ വന്ന് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പെങ്കൊച്ചി ഇവിടെ വന്ന് ഈ റോഡിൽ വന്ന് ബൈക്കിൽ വന്ന് വീണ് അവക്കൊണ്ട് രാജാക്കാട് പോയി കൈ ഒടിഞ്ഞ് അതിന് കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയെല്ലാം മോശമായ വളരെ രീതികൾ പല ബുദ്ധിമുട്ടുകളും ഇന്നെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ പറയാനുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിന്റെ ശ്രദ്ധ വേണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ പണി തീർക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2 വർഷമായി. ഇപ്പൊ 2 മാസം മുമ്പ് ആ വേനക്ക് വന്ന് ഒരു കോൺട്രാക്ട് വന്ന് കുറെ JCB ഒക്കെ ആയിട്ട് വന്ന് ഈ പൊടിയെല്ലാം മാന്തി. കഴിഞ്ഞ 1 മാസക്കാലമായിട്ട് ഞങ്ങൾ ഇപ്പോഴും നിങ്ങൾ പറയും, ഞങ്ങൾക്ക് ഒരു ഉച്ച സമയമായ ഒരു 11 മണി കഴിഞ്ഞാൽ പിന്നെ കാറ്റും പൊടിയും കാരണം കട അടച്ചിരുന്ന പകുതി ബിസിനസ് നടത്താൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് ഒരു 2 മഴ പെയ്തേ ഉള്ളൂ, ഞങ്ങളുടെ കടയ്ക്കുള്ളിൽ വെള്ളം കയറി. കടയിലേക്കൊന്നും ഒരു മനുഷ്യരും വരാതായി, കച്ചവടം പകുതിയായി. ഞങ്ങൾക്ക് ജീവിക്കുവാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്രതിഷേധിക്കുന്നത്. ഞങ്ങൾ ആരോട് പ്രതിഷേധിക്കാനാ? ഈ ഗവൺമെന്റിനോട് അല്ലെങ്കിൽ ഈ സർക്കാരിനോട് അല്ലെങ്കിൽ ഇതിന്റെ കോൺട്രാക്ടർ ഞങ്ങൾക്ക് ഇത് പറയാനല്ലാണ്ട് ഞങ്ങൾക്ക് കോൺട്രാക്ട് എടുത്ത് ചെയ്യാൻ പറ്റുമോ? 2 മാസം മുമ്പ് റോഡിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും അതിന് അധികം ആയുസ് ഉണ്ടായില്ല. വേനൽ മഴ ശക്തമായതോടെ റോഡ് ഏതാണെന്ന് പോലും തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ്. ദുരിതയാത്ര എത്ര നാൾ തുടരേണ്ടി വരുമെന്ന ആശങ്കയിലാണ് നിലവിൽ പ്രദേശവാസികൾ. ജനം, ഇടുക്കി. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടിയ ആമ്പല്ലൂർ പാലിയേക്കര ടോൾ പ്ലാസയിലടക്കം മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ കുരുക്കിലകപ്പെടുന്നത് നിത്യസംഭവമാണ്. സമയനഷ്ടം, ഇന്ധനനഷ്ടം, ആരോഗ്യനഷ്ടം. ആമ്പല്ലൂർ മുതൽ പാലിയേക്കര ടോൾ പ്ലാസ വരെ ഒന്ന് കടന്നു കിട്ടണമെങ്കിൽ വാഹനയാത്രക്കാർ ഇങ്ങനെ പല നഷ്ടങ്ങളും സഹിക്കേണ്ടി വരും. അടിപ്പാത നിർമ്മാണത്തിലെ പുതിയ ഘട്ടത്തിലെ പണികളും ജംഗ്ഷനിലെ ഗതാഗത പരിഷ്കാരങ്ങളും ദേശീയപാതയെ സ്തംഭനത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. രാവിലെയും വൈകുന്നേരങ്ങളിലും ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്ക് 2 മണിക്കൂറിലധികം നീണ്ടുപോകാറുണ്ട്. യാത്രക്കാർ ധാരാളമുണ്ടെങ്കിലും കുരുക്കുണ്ടാക്കുന്ന പൊല്ലാപ്പ് തങ്ങളെ നട്ടം തിരിക്കുകയാണെന്ന് സ്വകാര്യ ബസ് ജീവനക്കാർ പറയുന്നു. ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ചേട്ടാ. കാലത്തുനിന്ന് 2 ചാല് മുടങ്ങി. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മുപ്പളയത്തുനിന്ന് വരുന്ന വണ്ടിയാണ്. മുപ്പളയത്തുനിന്ന് വന്ന് താഴ്ത്തങ്ങാടിയിൽ ഇറങ്ങി യൂട്ടേൺ അടിച്ചിട്ട് വരണം. യൂട്ടേൺ അടിക്കാൻ പറ്റണില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അതേമാതിരി ബ്ലോക്കാണ്. നമ്മുടെ നന്ദിക്കര വരെയാണ് ബ്ലോക്ക്. എന്താ ചെയ്യാൻ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. ട്രിപ്പ് മുടങ്ങണ കാരണം നമ്മൾക്കും ശമ്പളം കുറവാണ് കിട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്യാനാ? ദേശീയപാതയുടെ ഇരുവശങ്ങളിലും വരന്തരിപ്പള്ളി റോഡിലും വാഹനങ്ങൾ മുന്നോട്ട് പോകാതെ കിടക്കുന്ന കാഴ്ച പതിവാണ്. ഇഴഞ്ഞിഴഞ്ഞ് മാത്രം മുന്നോട്ട് പോകുന്ന സ്ഥിതിയിലായതോടെ യാത്രക്കാർ ദുരിതത്തിലായി. ജോലിക്കായി പോകുന്നവരാണ് കുരുക്കിൽപ്പെട്ട് ഏറെ വലയുന്നത്. കാലവർഷവും സ്കൂൾ തുറക്കലുമൊക്കെ പടിവാതിക്കൽ എത്തി നിൽക്കെ റോഡിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് നാട്ടുകാർ പറയുന്നു. ജനം, തൃശൂർ. ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച രഥയാത്രയ്ക്ക് അനന്തപുരിയിൽ പ്രൗഢോജ്വലമായ സമാപനം. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിൽ നടന്നിട്ടുള്ള രഥയാത്രകളെല്ലാം ധർമ്മം വിജയിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. ഹിന്ദുവിന്റെ ധർമ്മത്തിന് വേണ്ടിയുള്ള രഥയാത്രയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഡോക്ടർ മോഹൻ കുന്നുമേൽ പറഞ്ഞു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഈ മാസം 23, 24, 25 തീയതികളിലായി തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് രഥയാത്ര സംഘടിപ്പിച്ചത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തിയ രഥയാത്ര ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു. സമാപനം കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിൽ നടന്നിട്ടുള്ള രഥയാത്രകളെല്ലാം ധർമ്മം വിജയിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. ഹിന്ദുവിന്റെ ധർമ്മത്തിന് വേണ്ടിയുള്ള രഥയാത്രയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഡോക്ടർ മോഹൻ കുന്നുമേൽ പറഞ്ഞു. ഒരു വലിയ വിജയത്തിലോട്ട് ഭാരതം കുതിക്കുമ്പോൾ ഇത്തരം ജാഥകൾ ഭാരതം മുഴുവൻ നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്ഷേത്രങ്ങൾ നമ്മുടെ തലച്ചോറാണ്. നമ്മുടെ ഗ്രാമങ്ങളുടെ പട്ടണങ്ങളുടെ ഒക്കെ കേന്ദ്രബിന്ദു ക്ഷേത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തെ തകർക്കുന്നവർ ക്ഷേത്രങ്ങളെയാണ് തകർക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഭാരതം തിരിച്ചു വരുമ്പോൾ ക്ഷേത്രങ്ങളാണ് തിരിച്ചു വരുന്നത്. ഓരോ ക്ഷേത്രവും നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളാണ്. ക്ഷേത്ര സംരക്ഷണ സമിതി ഈ നാടിനു വേണ്ടി നടത്തുന്ന ഈ മഹനീയ ശ്രമത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കുചേരണം എന്നാണ് ഞാൻ പറയുന്നത്. ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന ഉപാധ്യക്ഷനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ GK സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജാഥ ക്യാപ്റ്റന്മാരായ മുക്കമ്പാലമുട് രാധാകൃഷ്ണൻ, ആറ്റിങ്ങൽ രാധാകൃഷ്ണൻ, വിജയൻ, സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ ഷൈജു വേണുഗോപാൽ, മാതൃസമിതി സംസ്ഥാന സെക്രട്ടറി ലക്ഷ്മിപ്രിയ, പത്മാവതിയമ്മ തുടങ്ങി നിരവധി ഭക്തരും പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.